ഏവർക്കും മിസ്റാവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സാബിത്ത്, നമുക്കെല്ലാവർക്കും അറിയാം. അതേപോലെ സലാഹുദ്ദീൻ പീച്ചിയത്ത്. ഇന്ന് ലക്ഷദ്വീപിലെ ജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന വിഷയം എന്നത് അവിടുത്തെ ഭൂമിക്ക് മേൽ ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്ന കയ്യേറ്റങ്ങളാണ്. അവസാനമായി ഇപ്പോൾ നമുക്കറിയാം, 28-ാം തീയതി ജൂലൈ 28-ന് വന്ന ലക്ഷദ്വീപ് ടൗൺ ആൻഡ് കൺട്രി പ്ലാനിംഗ് ആൻഡ് റെഗുലേഷൻ എന്ന പുതിയൊരു വിജ്ഞാപനം കൂടി നിലവിൽ വന്നിരിക്കുകയാണ്. ഈ നിയമത്തിൽ എന്താണ് പറയുന്നത്? ജനങ്ങളുടെ ഭൂമിക്ക് മേലുള്ള അവകാശങ്ങൾ സർക്കാർ കവർന്നെടുക്കുകയാണ്. ഇനി നമുക്ക് കെട്ടിടങ്ങൾ നിർമ്മിക്കാനോ അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങൾ നിർമ്മിക്കാനോ ബിസിനസ് സ്ഥാപനങ്ങൾ നിർമ്മിക്കാനോ ഒന്നും സാധിക്കില്ല. ഈ ഒരു വിപുലമായ പ്ലാനിംഗ് നടപ്പാക്കുന്നതോടെ സർക്കാർ ലക്ഷദ്വീപിലെ മുഴുവൻ ഭൂമികൾക്ക് മേലും ആധിപത്യം സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരവസ്ഥയിൽ എങ്ങനെയാണ് ഈ നിയമത്തെ നോക്കിക്കാണുന്നത്? ആക്ച്വലി ലക്ഷദ്വീപിൽ ഏകദേശം ആൾറെഡി 64% ലാൻഡ് പണ്ടാര ലാൻഡ് എന്നുള്ള രീതിയിൽ തർക്കഭൂമിയാക്കി കഴിഞ്ഞു. പിന്നെ ഉള്ളത് വളരെ ലിമിറ്റഡ് ലാൻഡാണ്. അതിൽ തന്നെ ഇത്ര ശതമാനം ലാൻഡ് ഒരു പബ്ലിക് നീഡ്സിന് വേണ്ടി നമ്മൾ സർക്കാരിന് കൊടുത്ത് സർക്കാർ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്ത് മറ്റു പരിപാടികൾ ചെയ്ത് ആകെ വളരെ ലിമിറ്റഡ് ലാൻഡാണുള്ളത്. അതുമാത്രമല്ല, ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഉള്ള ഒരു പ്രദേശമാണിത്. അപ്പോൾ ആ സാഹചര്യത്തിൽ പുതിയ ഡെവലപ്മെൻറ്റ് റെഗുലേഷൻ പഴയ LDAR തന്നെയാണ്. ആക്ച്വലി അത് വേറൊരു പേര് ഇട്ട് ഇറക്കുന്നു എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇതിൽ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരു പർട്ടിക്കുലർ അതോറിറ്റിക്ക് എല്ലാ അധികാരവും കൊടുക്കുകയാണ്. എല്ലാ അധികാരവും എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കെച്ച് മാറ്റി വരയ്ക്കാനും അവർക്ക് വേണമെങ്കിൽ ഗ്രാബ് ചെയ്ത് എടുത്തുകൊണ്ട് പോകാനുള്ള എല്ലാ അധികാരവും. അതുകൂടാതെ എന്തെങ്കിലും ഒരു വികസനം വരികയാണെങ്കിൽ ആ വികസനം വരുന്നതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ലാൻഡിന് നോർമലി വാല്യൂ കൂടും. ഇവിടെ ഒരു മെട്രോ പരിപാടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാൻഡിന് വാല്യൂ കൂടും. ആ വാല്യൂ കൂടുന്ന ലാൻഡിന് നമ്മൾ കൂടുതൽ കരം വീണ്ടും സർക്കാരിന് കൊടുക്കണം എന്നുള്ള രീതിയിലാണ്. അതിൽ ഒരു സ്ലിപ്പ് കൊടുക്കുന്ന പരിപാടി പറയുന്നുണ്ട്. എന്ന് പറയുമ്പോൾ TDS എന്നാണ് എക്സാക്ട് മറ്റേ പേര്, TDR എന്നാണ് ഇതിനെ പറയുന്നത്. ട്രാൻസ്ഫറബിൾ ഡെവലപ്മെന്റ് റൈറ്റ്. ട്രാൻസ്ഫറബിൾ ഡെവലപ്മെന്റ് റൈറ്റ് എന്നുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെയും ഒരു പ്രശ്നം വരുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ട്രാൻസ്ഫറബിൾ ഡെവലപ്മെന്റ് റൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ കട്ടിക്കടലാസ് കൊണ്ട് അടുത്ത തവണ മറ്റൊരു സ്ഥലത്ത് വീടെടുക്കുമ്പോൾ ഒരു എക്സ്ട്രാ ഏരിയ നമുക്ക് അലോട്ട് ചെയ്ത് തരും, അല്ലെങ്കിൽ എക്സ്ട്രാ പെർമിഷൻസ് കിട്ടുമെന്നുള്ള രീതിയിലാണ് പറയുന്നത്. എക്സ്ട്രാ പെർമിഷൻസ് കിട്ടാൻ ലാൻഡ് ഉണ്ടാവണ്ടേ? ഫർദർ ഡെവലപ്പ് ചെയ്യാനല്ലോ ഭൂമിയില്ല. ഇനിയിപ്പോൾ വെറും പണ്ടാരൻ ലാൻഡ്, ജമ്മം ലാൻഡ് എന്ന് പറഞ്ഞ 2 കാറ്റഗറിയാണ് പ്രധാനമായിട്ടുള്ളത്. പുതിയൊരു സാധനം വരുന്നുണ്ട്, അക്രിയേറ്റഡ് എന്ന് ഗവൺമെൻറ് പറയുന്ന ലാൻഡ്. യഥാർത്ഥത്തിൽ അക്രിയേറ്റഡ് ആണോ? അല്ല. എങ്ങനെ? ഈ ഒരു സ്ഥലത്ത് നിന്ന് ഐലൻഡ് മൂവ്മെൻറ്റ് നടന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറി അവിടെ ഡെവലപ്പ് ആകുമ്പോൾ അത് ഗവൺമെൻറ് പറയുന്നു നമ്മുടെ സ്വന്തമാണെന്ന് എന്നുള്ളത്. ഗവൺമെൻറ്റിൻ്റെ സ്വന്തമാണ്, അത് ഏതെങ്കിലും കോർപ്പറേറ്റുകൾക്ക് കൊടുക്കുകയും ചെയ്യുന്നു. ഈ ലെവലിലോട്ടാണ് കാര്യങ്ങളുള്ളത്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇത്രയും ലാൻഡുകൾ പിടിച്ചെടുത്താൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡെവലപ്മെൻറ്റിൻ്റെ പേരിൽ പിടിച്ചെടുത്താൽ, പിന്നെ എവിടെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്? എവിടെയാണ് ഇവർക്ക് മറ്റേ അടുത്ത ജനറേഷനോ അല്ലെങ്കിൽ നമുക്ക് തന്നെയോ എവിടെയാണ് വീട് വെക്കാൻ ലാൻഡ് കൊടുക്കാൻ പാകത്തിനുള്ളത്? അപ്പോൾ മെയിൻലാൻഡ് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു പ്രദേശമാണെങ്കിൽ ഈ ഗോത്രവർഗത്തിന്, ഈ ആൾക്കാർക്ക്, ഇതൊരു വാട്ടർ വേൾഡിൽ ജീവിക്കുന്ന ആൾക്കാർക്കാണ്, അവർക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവിക്ഷൻ എന്ന് തന്നെയാണ് ഒരു ദ്വീപുകാരൻ എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ മനസ്സിലാക്കൽ. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും വരുന്നൊരു വിഷയമുണ്ട്. ഒരു സ്ഥലത്തിൻ്റെ ഒരു പ്ലാൻ, ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി കഴിഞ്ഞാൽ ഈ നിയമത്തിൽ പറയുന്നത് 30 ദിവസത്തിനകം കോടതിയിൽ ചലഞ്ച് ചെയ്യാം. അതിനുശേഷം ചലഞ്ചിങ്ങിനുള്ള ഒരു സാധ്യതയില്ലെന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ കാണുന്നുണ്ട്, ലക്ഷദ്വീപിലെ ഏതെങ്കിലും ഒരു റെഗുലേഷൻ ഇത്തരം ഉത്തരവുകൾ വരുമ്പോൾ അതെന്തായാലും പഴയ ഒരു ഡേറ്റ് ആയിരിക്കും ഇതിൽ കിടക്കുന്നത്. 30 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഇവർ പുറത്തിറക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെ ഒരു നിയമസാധ്യതകളിലേക്ക് കടക്കുമ്പോൾ എങ്ങനെയായിരിക്കും? ഇപ്പോൾ ആക്ച്വലി നിയമസാധ്യതയെക്കുറിച്ചൊക്കെ പറയുന്നതിന് മുമ്പ് എനിക്ക് എപ്പോഴും തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ലക്ഷദ്വീപുകാർ വളരെ എന്തൊക്കെയോ മറന്ന പോലെയാണ്. ആക്ച്വലി ഇതൊരു പുതിയ നിയമമാണോ? ലക്ഷദ്വീപിലെ ലാൻഡുകൾ നമ്മുടെ കൺട്രോളിലാണ് ഇപ്പോൾ ഉള്ളത്. ലക്ഷദ്വീപിൽ ഇതുവരെ ഇറക്കിയിരിക്കുന്ന എല്ലാ ഡൈവേർഷനും ക്യാൻസൽ ചെയ്തുകൊണ്ട്, അതായത് നമ്മുടെ വാപ്പ ഉണ്ടാക്കിയ വീടാണെങ്കിൽ പോലും അതുപോലും ഇപ്പോൾ ഇല്ലീഗൽ കൺസ്ട്രക്ഷനാണ്. ആ രീതിയിൽ എല്ലാ ചരിത്രത്തിൽ എനിക്കൊന്ന് ലോകത്ത് എവിടെയില്ലാത്തൊരു സംഭവം, അതായത് ഇതുവരെ ഉണ്ടായ എല്ലാ ഡൈവേർഷനും ബിൽഡിംഗ് ക്യാൻസൽ ആയിക്കൊണ്ട് ഉത്തരവിറക്കി.
പിന്നെ ആബിദ് പറയുന്നത് 64% ഭൂമി അവരുടേതെന്ന് പറഞ്ഞ് തർക്കഭൂമിയായ ഹൈക്കോടതിയിലാണ്. ഒരു ഡൈവേർഷൻ കൊടുക്കുന്നില്ല. ഇപ്പോൾ ഈവൻ അഗത്തിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കൺസ്ട്രക്ഷനും, വ്യക്തിപരമായിട്ട് എല്ലാ കൺസ്ട്രക്ഷനും 30,000 20,000 വക്കീലിന് കൊടുത്തിട്ട് സ്റ്റേ മേടിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഒരു കാര്യവും ലീഗലായിട്ട് സമ്മതിക്കാത്തൊരു സ്ഥലത്ത് ഇങ്ങനൊരു നിയമം വരുമ്പോൾ നമ്മൾ പറയണം പുതിയതായിട്ട് ഗവൺമെൻറ് ലാൻഡ് പിടിച്ചെടുക്കാൻ ഒരുങ്ങുന്നു. ഇതിലെന്താണ് പുതുതായിട്ടുള്ളത്? ഇതെല്ലാം പഴയതാണ്. പക്ഷേ ഇതിപ്പോൾ വളരെ ക്രോഡീകരിച്ച് കൃത്യമായി ഇപ്പോൾ അതിൽ പറയുന്നു, ഇപ്പോൾ എന്താണ് അതിൻ്റെ നുവാൻസസിലേക്കൊക്കെ പോകുന്നു. അതിൽ ബോർഡുണ്ട്, അതിൽ മറ്റേ ഒരു ചീഫ് ടൗൺ പ്ലാനറുണ്ട്. ഇപ്പോൾ ഇന്ന് ഇന്നെന്ന് തോന്നുന്നു, അതായത് CJPയുടെ ഒഫീഷ്യൽ സ്പോക്സ് പേഴ്സൺ ഒരു പത്രസമ്മേളനത്തിൽ പറയുന്നുണ്ട്, എനിക്ക് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ അറിയില്ല, എനിക്ക് ആരോഗ്യമന്ത്രി അറിയില്ല. കാരണം എന്താ? എല്ലാവർക്കും അറിയാവുന്ന മോദിയാണ്. കാരണം പവർ ഹൈലി സെൻട്രലൈസ്ഡ് ആയിപ്പോൾ ഇന്ത്യയിൽ. അങ്ങനത്തെ ഒരു രാജ്യത്ത് ഒരു വ്യക്തി തൻ്റെ പൂർണ്ണ അധികാരത്തോടുകൂടി ഭരിക്കുന്ന ഒരു സ്ഥലത്ത് എന്ത് ബോർഡ്, എന്ത് പ്ലാനർ എല്ലാം അദ്ദേഹം തീരുമാനിക്കും. അദ്ദേഹത്തിന് തീരുമാനിക്കാൻ വേണ്ടി ഒരു എന്താ പറയുക പേരിനൊരു ബോഡിയും പേരിനൊരു നിയമവും കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രശ്നം ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ, അതായത് ഇപ്പോൾ കോടതിയുടെ ജോലി എന്താണ്? കോടതിയുടെ ജോലി ഒരു നിയമം വന്നാൽ, അതായത് ഗാർഡിയൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെയാണ് നമ്മൾ പറയുക. അതായത് ഒരു നിയമം വന്നാൽ ആ നിയമം അനുസരിച്ചാണോ അല്ലെങ്കിൽ ആ നിയമം വയലേറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയാണ് കോടതിയുടെ പണി. ഇപ്പോൾ ഓൾറെഡി അവരൊരു നിയമം പാസ്സാക്കി. അപ്പോൾ കോടതി എന്താ പണി? നമ്മുടെ ഈ പറയുന്ന ടൗൺ ആൻഡ് കൺട്രി പ്ലാനിങ് അനുസരിച്ചാണോ ലക്ഷദ്വീപിൽ കാര്യങ്ങൾ നടക്കുന്നത് മാത്രമാണ് കോടതി നോക്കുന്നതെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിൽ പറയുന്ന ഇപ്പോൾ ഇവിടുത്തെ ചെറിയ കുട്ടികൾക്ക് വരെ അറിയാം LDR ആണ് ഈ സാധനം എന്നുള്ളത്. അങ്ങനെ വരുമ്പോൾ ഇതിനെ വളരെ റാഡിക്കലായിട്ട് ചിന്തിക്കുകയും ഇതിനെ ഇപ്പോൾ ഈ പറയുന്ന എന്താ പറയുക പ്ലാനിങ്ങിലേക്കോ മറ്റോ ഒന്നിലേക്കും പോകാതെ നിയമത്തെ അങ്ങനെ തന്നെ ചലഞ്ച് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അല്ലാതെ ഇതിൽ നമുക്ക് ആ ബോഡി മാറ്റി മറ്റേതാക്കാം. ബിക്കോസ് ദിസ് ഈസ് എ പ്ലേസ് വെയർ ദ റൂളർ ഈസ് എ സിംഗിൾ ഇൻഡിവിജ്വൽ. എല്ലാ അധികാരവും അയാളുടെ കയ്യിലാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒരു നിയമത്തിൻ്റെ സാധ്യതയിലൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ നിയമത്തിൽ തന്നെ ചലഞ്ച് ചെയ്താൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. അതുകൊണ്ട് ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും റെലവൻസ് ഇല്ല. ഇതിലിപ്പോൾ ഒരു സ്ഥലം അവരെടുത്തു കഴിഞ്ഞാൽ അവരെടുക്കാൻ തന്നെയാണ് നിയമം ഉണ്ടാക്കി. അവർ ഓൾറെഡി എടുത്തുകൊണ്ടിരിക്കുന്നത് അവരെടുക്കും. പക്ഷെ നമ്മൾ അവരുടെ അധികാരത്തെയും ചോദ്യം ചെയ്യണം. ഈ നിയമത്തെ അങ്ങനെ തന്നെ എന്താ പറയുക കോടതിയിൽ ചലഞ്ച് ചെയ്യാൻ ശ്രമിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഇപ്പോൾ ഈ നമ്മൾ പറഞ്ഞു വരുമ്പോൾ LDRൻ്റെ മറ്റൊരു പകർപ്പാണ് ഇത്. പക്ഷേ ലക്ഷദ്വീപ് വരെ നമുക്കറിയാം, നമ്മളൊരു 3-4 മാസം മുമ്പ് നമ്മുടെ അഗത്തിയിലെ ഒരു ലാൻഡ് അക്വിസിഷനുമായിട്ട് ബന്ധപ്പെട്ട് മിസ്റാവിൽ തന്നെ ഒരു വീഡിയോ നമ്മൾ വിശദമായിട്ട് ചെയ്തു. അന്ന് ആരും അത് ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. ചലഞ്ച് ചെയ്യാൻ കോടതിയിലൊന്നും ആരും പോയിട്ടില്ല. ഇപ്പോൾ അവസാനം അതിൻ്റെ അക്വിസിഷൻ്റെ അടുത്തെത്തി നിൽക്കുകയാണ്. ഇപ്പോഴാണ് ആൾക്കാർക്ക് മനസ്സിലായത് ഇനിയിപ്പോൾ ഹൈക്കോടതി പോകണം. പക്ഷേ ഹൈക്കോടതി പോയി വളരെ കുറച്ച് ആൾക്കാർക്ക് സ്റ്റേ കിട്ടിയിട്ടുള്ളൂ. ബാക്കി ഇപ്പോൾ എന്തായാലും ഒരു ഡിമോളിഷിങ് സ്റ്റേജിലേക്ക് നീങ്ങുകയാണ് അഗത്തിയിൽ. അപ്പോൾ ലക്ഷദ്വീപുകാർ ഇതിനെക്കുറിച്ച് ബോധവാന്മാരല്ല എന്നൊരു തോന്നൽ സാധിക്കുന്നുണ്ട്. ആക്ച്വലി ബോധവാന്മാരല്ല എന്ന് തോന്നൽ വളരെ കൃത്യമായിട്ടുണ്ട്. കാരണം ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ സംഭവങ്ങളൊന്നും നമ്മുടെ ലാൻഡ് എങ്ങനെയാണ്, നമ്മൾ ഭരിക്കുന്നത് എങ്ങനെയാണ്, നമ്മൾ ഭരിക്കപ്പെടുന്നത് എങ്ങനെയാണെന്ന് യാതൊരു രീതിയിലും വിദ്യാഭ്യാസം ചെയ്യുന്ന കാലത്ത് സ്കൂൾ ലെവലിലോ ബാക്കി ഒരു ലെവലിലോ നമുക്ക് പഠിപ്പിച്ചിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ചുമതല എന്താണെന്ന് നമുക്കറിയാം. പക്ഷെ അഡ്മിനിസ്ട്രേറ്ററുടെ ചുമതല എന്താണ്, ഉത്തരവാദിത്തം എന്താണെന്ന് നമുക്ക് ഐഡിയ ഇല്ല. MPയുടെ ചുമതല എന്താണ്, ഉത്തരവാദിത്തം എന്താണെന്ന് നമുക്ക് ഐഡിയ ഇല്ല. ഈ സിസ്റ്റമാണ് ആദ്യം ദ്വീപുകാരാണ് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്. നമ്മളെപ്പോലുള്ള ദ്വീപുകാരാണ് ഈ സിസ്റ്റം മനസ്സിലാക്കേണ്ടത്. അഡ്മിനിസ്ട്രേഷൻ ഇപ്പോൾ കാലങ്ങളായി എല്ലാവർക്കും അറിയാം, ഡ്രാഫ്റ്റ് വരുന്നു, അതിന് ഒബ്ജക്ഷൻ കൊടുക്കുന്നു, ഇതിങ്ങനെ കറങ്ങി ഇങ്ങനെ വരുന്നു, അത് നിയമമായി വരുന്നു എന്നുള്ള രീതിയിൽ ആൾക്കാർക്ക് അറിയാം. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന ഒരു സിംഗിൾ ഇൻഡിവിജ്വലിന് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ പോസ്റ്റ് ചെയ്യുന്നു. ഈ സിംഗിൾ ഇൻഡിവിജ്വൽ അയാൾക്ക് താഴെ ഉള്ള ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ച് ഒരു ഡ്രാഫ്റ്റ് റെഡിയാക്കുന്നു, ഏതെങ്കിലും ഒരു നിയമത്തിൻ്റെ ഡ്രാഫ്റ്റ് റെഡിയാക്കുന്നു. ആ ഡ്രാഫ്റ്റിന് ഒബ്ജക്ഷൻ കൊടുക്കാൻ നമ്മളോട് പറയുന്നു. അയാൾക്ക് താഴെയുള്ള അയാളുടെ എല്ലാ അധികാരപരിധിയുള്ള അയാൾക്ക് തന്നെയാണ് നമ്മൾ ഈ ഡ്രാഫ്റ്റിന് ഒബ്ജക്ഷൻ കൊടുക്കുന്നത്. അയാൾ ഡിസൈഡ് ചെയ്തിട്ടാണ് ഇത് നിയമമാക്കണമെന്ന് ഡിസൈഡ് ചെയ്തിട്ടാണ് ആൾറെഡി എന്ത് ചെയ്യുന്നത്, ഡ്രാഫ്റ്റ് പബ്ലിഷ് ചെയ്തത്. അയാൾക്ക് തന്നെയാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഒബ്ജക്ഷൻ കൊടുക്കുന്നത്. അവർക്ക് നമുക്കൊരു റോളും ഇല്ലല്ലോ. അവർക്ക് തീരുമാനിക്കണം ഇതിൽ എത്ര ഒബ്ജക്ഷൻ കിട്ടിയെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യണം എന്നുള്ളത്. അവർക്ക് വേണമെങ്കിൽ ഒറ്റ ഒബ്ജക്ഷനും കിട്ടിയില്ല എന്ന് വരെ പറയാം. യാതൊരു കുഴപ്പമില്ല, അവരുടെ അടുത്താണ് എല്ലാ അധികാരമുള്ളത്. എന്നിട്ട് ഈ സാധനം ഡയറക്റ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് പോകുന്നു, അവിടെ നിന്ന് എന്താവുന്നു, നിയമമായി തിരിച്ചു വരുന്നു എന്നുള്ള രീതിയിലാണ്. ഇതിൽ MPക്കോ പാർലമെൻറ്റിനോ MPമാർക്കോ ഒരു റോളും ഇല്ല എന്നുള്ളതാണ് ഫാക്റ്റ്. ആകെ തിരഞ്ഞെടുക്കാൻ
അങ്ങനെയല്ലോ പറയുന്നത്. എപ്പോഴും ഇപ്പോ മാറി മാറി വരുന്ന എംപിമാരാണ് നിയമങ്ങൾ ഉണ്ടാക്കുന്നതെന്നും നിയമങ്ങളിൽ സ്വാധീനം ചെലുത്താൻ പറ്റുന്നതും എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണല്ലോ ദീപ. ലിറ്ററസി മാത്രം കൊണ്ട് കാര്യമൊന്നുമില്ല. ലിറ്ററസിയുടെ കൂടെ എക്സാക്ട് ഇവിടുത്തെ സിവിക്സ്, ഭരിക്കുന്നത് എങ്ങനെയാണ്, ഭരിക്കപ്പെടുന്നത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് പഠിപ്പിക്കപ്പെടണം. അല്ലാതെ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ഭരിക്കുന്നത് എങ്ങനെയാണെന്നോ ബാക്കി സംഭവങ്ങൾ ഭരിക്കുന്നത് എങ്ങനെയാണെന്നോ പഠിക്കുന്നതിലുപരി ഇവിടെ എങ്ങനെ ഭരിക്കപ്പെടുന്നു, ലക്ഷദ്വീപ് എങ്ങനെ, ലക്ഷദ്വീപ് എന്ന് പറയുന്ന UT ഒരു നിയമസഭയില്ലാത്ത UT ആണ്. മറ്റെന്തെങ്കിലും ഒരു പാർട്ടിക്കുലർ ഇൻഡിവിജ്വൽ, അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന ഇൻഡിവിജ്വൽക്ക് മുഴുവൻ അധികാരവും കൊടുത്തിട്ടുള്ള ഒരു UT എന്നുള്ള ലെവലിലോട്ടുള്ള സംഭവമാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ഇത്രയും കാലം ഇത് നമ്മൾ മനസ്സിലാക്കാതെ പോയതിൻ്റെ ഒരു പ്രധാന റീസൺ എന്ന് പറയുന്നത് നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ടായിരുന്നു, വലിയ കുഴപ്പമില്ലാതെ നടന്നു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് ഒരാൾ വന്നപ്പോൾ ഈ സിസ്റ്റത്തിന് ഇത്രയും പാളിച്ചകളുണ്ടെന്ന് ഓരോ ഇൻഡിവിജ്വലും തിരിച്ചറിയുന്നത്. അപ്പോൾ ഇനിയൊരു അവസരം വരുമ്പോൾ, അവസരം വരുന്നതിന് മുന്നേ തന്നെ ഇത്തരം സാഹചര്യങ്ങളിൽ മീൻസ് ട്രബിൾഡ് വാട്ടറിലാണ് വിഷയങ്ങൾ ഉയർത്തേണ്ടത്. ഇപ്പോൾ വിഷയങ്ങൾ ഉയർത്തുക നിർബന്ധം തന്നെയാണ്. കാരണം നമുക്കെന്ത് വേണം? ജനാധിപത്യം വേണം. വെറുതെ ഫേക്കിന് MP ഭരിക്കുന്നു എന്ന് പറയുന്ന സംഭവമല്ല. യഥാർത്ഥ ജനാധിപത്യം, ലക്ഷദ്വീപുകാരന് അധികാരമുള്ള സംവിധാനം വേണം. ഇല്ലെങ്കിൽ കണ്ടവന് വന്നവന് എവിടെന്നെങ്കിലും 3 വർഷമോ 5 വർഷമോ ഒരു പണിക്കായിട്ട് വരുന്ന ആൾക്ക് ഈ നാട്ടിലെ നിയമങ്ങൾ ഉണ്ടാക്കാം, നമ്മൾ എന്ത് ചെയ്യണമെന്ന് അവർക്ക് തീരുമാനിക്കാമെന്നുള്ള ലെവലിലോട്ടുണ്ട്. യഥാർത്ഥത്തിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഉറപ്പ് നൽകുന്ന യാതൊരു പരിഗണനയും പരിരക്ഷയും കിട്ടാത്തൊരു കമ്മ്യൂണിറ്റിയാണ് ലക്ഷദ്വീപ്. അപ്പോൾ അതൊരു ഭയങ്കര അപകടകരമായ കാര്യം തന്നെയാണ്. ഇനി സംസാരിക്കേണ്ടത്, ഇനി മറ്റേ 10 20 പേജ് പ്രകടന പത്രിക ഇറക്കും. 2 പൊളിറ്റിക്കൽ ഓർഗനൈസേഷനിലെ ആൾക്കാർ പ്രകടന പത്രിക ഇറക്കി പറയും, ലക്ഷദ്വീപിൽ അത് ചെയ്യും, ഞങ്ങൾ ലക്ഷദ്വീപിൽ ഇത് ചെയ്യും. ഇവർക്ക് അധികാരം വേണ്ട ഇതൊക്കെ ചെയ്യാൻ. ഇത്രയും കാലം നമ്മളടക്കമുള്ള ഏവരും വിശ്വസിച്ചത് എന്താണ്? ഇവർക്ക് അധികാരമുണ്ട്, ഇവർക്ക് ഇതെന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ്. പക്ഷേ പ്രിന്റ് അടിച്ച് നമ്മുടെ കയ്യിൽ കിട്ടിയ സാധനം എന്തായിരുന്നു എന്ന് നമ്മളിപ്പോൾ തിരിച്ചറിയുന്നു. എന്താണ്? ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ്റെ പേഴ്സ്പെക്റ്റീവ് പ്ലാൻസ്, പ്രപ്പോസൽസ് സാധനം. ഇപ്പോൾ ബാക്കിയുള്ളവർ എല്ലാവരും ഇതൊന്നും വായിക്കുന്നില്ലല്ലോ. എല്ലാവരും കേരളത്തിലെ സിലബസും ബാക്കി കഥയും പഠിക്കുമ്പോൾ ഇതൊന്നും വായിക്കുന്നില്ലല്ലോ. അപ്പോൾ ഈ പേഴ്സ്പെക്റ്റീവ് പ്ലാൻസ് ആൾറെഡി സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റോ മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിലോ സാധനം എടുക്കുന്നു, വായിക്കുന്നു. ഈ വായിച്ചൊരു സാധനം ഉണ്ടാക്കുന്നു, അത് വെച്ചിട്ട് ആക്ച്വലി ഇതൊന്നും പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ഉണ്ടാക്കുന്നതല്ല. പൊളിറ്റിക്കൽ ഓർഗനൈസേഷനെ എപ്പോഴും ഫണ്ട് ചെയ്യുന്നതും കൂടെ നടക്കുന്നതുമായ ഉദ്യോഗസ്ഥ സംഘടനകളിൽ ഇവർക്കറിയാം ഇതാണ് നടക്കുന്നതെന്ന്. ഇതാണ് പേഴ്സ്പെക്റ്റീവ്. 15 കൊല്ലം കഴിഞ്ഞാൽ കപ്പൽ വരാൻ പോകും, ഇത്ര കൊല്ലത്തിന് ഇത്ര പ്ലാൻസ് ഉണ്ട്, ഇങ്ങനെയൊക്കെയാണ് അഡ്മിനിസ്ട്രേഷന്റെ പ്ലാൻ. അതിനനുസരിച്ച് ഒരു സാധനം ഉറപ്പായിട്ടും തട്ടിപ്പാണ് ഈ സിസ്റ്റത്തിൽ. എല്ലാവർക്കും ഇത് പറഞ്ഞു കൊടുക്കാത്തതിൽ നമ്മളിപ്പോ തിരിച്ചറിഞ്ഞവരാണ് പലരും, ഇന്നത് തിരിച്ചറിയുകയാണ്. അപ്പോൾ ഇത്രയും കാലം പറ്റിച്ചവർ ഇനിയും ജനങ്ങളെ പറ്റിക്കുകയാണല്ലോ ഇപ്പോഴും. അതായത് അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പറ്റിക്കുന്ന ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ, നമ്മളിവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും, ഇത് കാണുന്ന ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു നേതാവിന് ആ നേതാവ് വന്നാൽ ലക്ഷദ്വീപ് മാറുമെന്ന് ചിന്തിക്കാത്തവരുണ്ടോ? നമ്മളൊക്കെയും ഈ ഒരു ഫേക്ക് ക്യാമ്പയിനിങ്ങിൻ്റെ ഒരു വിഭാഗം ആളുകൾ എന്നും ലക്ഷദ്വീപുകാരെ പറ്റിച്ചപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മളിപ്പോൾ മാറി ചിന്തിക്കുന്നു. പക്ഷേ ചിന്തിക്കുന്നത് എപ്പോഴാണ്? അതിൻ്റെ ഏറ്റവും നിർണായക ഘട്ടത്തിലാണ്. അപ്പോൾ ഇനി എന്താണ്, വാട്ട് ഈസ് ദ റോഡ് അഹെഡ്? അത് നമ്മൾ ഇപ്പോൾ CJP രൂപം കൊണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഹംദുള്ള 2000 വോട്ടിന് ജയിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഒരു ന്യൂട്രലായിട്ടുള്ള ആളുകൾ കൂടി വരികയാണ്. ന്യൂട്രൽ എന്ന് വെച്ചാൽ നോബഡി ഈസ് ന്യൂട്രൽ. പക്ഷേ രാഷ്ട്രീയ ഭേദമന്യ വിഷയങ്ങൾ ഉയർത്താനും സംസാരിക്കാനും പറ്റുന്നവർ കൂടി വരികയാണ്. ഇപ്പോൾ ഇതിൽ തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് രാഷ്ട്രീയ ഭേദമന്യുള്ള വലിയൊരു മൂവ്മെൻറ്റ് ടൗൺ ആൻഡ് കൺട്രി പ്ലാനിങ് ഏരിയ നടക്കണമെന്നാണ്. അതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം അല്ലാത്ത വിധത്തിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഞാനാണ് വിചാരിക്കും, ഇത്രയും വലിയ രാഷ്ട്രീയ പാർട്ടിയിൽ ലക്ഷദ്വീപിൽ ലക്ഷദ്വീപിൽ പള്ളിമുക്കുരിക്ക് ഒരു പാർട്ടി ഉണ്ടെന്നാണ് പറയുന്നത്. എല്ലാവരെയും പാർട്ടിക്കാരാക്കി വിഭജിച്ച് 2 പാർട്ടിയാക്കി അതിന്റെ മുകളിൽ അടയിരിക്കുകയാണ് രാഷ്ട്രീയ നേതാക്കൾ. ഒന്നിനും അവർ വരുന്നില്ല. കൃത്യമായിട്ട് പറഞ്ഞ പെറ്റ കുഞ്ഞിന് വരെ കൃത്യമായ ഉണ്ടാവും. പക്ഷെ ആ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ഇനി ഒരു
നീതി അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു രക്ഷ നമുക്കുണ്ടാവുമെന്ന് തോന്നുന്നില്ല. അതിന് പകരം അവർ ഇലക്ഷൻ മത്സരിച്ചോട്ടെ, അവർക്ക് അവരുടെ എന്താ പറയുക അവരുടെ ആരെങ്കിലും എം പി ആവുന്ന എം പി ആയിക്കോട്ടെ, അവരുടെ ഇഷ്ടം. പക്ഷേ ലക്ഷദ്വീപിലെ ജനങ്ങൾ ഒരു എന്താ പറയുക തെരുവിലിറങ്ങി ഇതിനു വേണ്ടി മുറവിളി കൂട്ടുന്ന ഒരു കാലഘട്ടത്തിലല്ലാതെ ഒരു സൊല്യൂഷൻ. പക്ഷെ അവിടെ ഈ രാഷ്ട്രീയ പാർട്ടികൾ പറയുമ്പോൾ നിങ്ങൾ രണ്ടാളും ഇപ്പൊ അങ്ങനെ പറഞ്ഞു. അപ്പൊ അതിലെനിക്കൊരു സംശയം, ഈ രാഷ്ട്രീയ പാർട്ടികളിൽ അധികവും ഇപ്പോൾ ഓരോ യൂണിറ്റ് തലങ്ങളിൽ എടുക്കുകയാണെങ്കിൽ അവിടെ സാധാരണ രീതിയിൽ ഇപ്പോൾ യൂത്തിലാവട്ടെ ഈ മഹിളകളാവട്ടെ ഇതിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. ഈ നേതാക്കൾ പറയുന്നത് കേട്ട് ഇവർ നിൽക്കുകയാണ്, വിശ്വസിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പൊ ടൗൺ ആൻഡ് കൺട്രി പ്ലാൻ വന്നു, നേതാക്കന്മാർ എന്തെങ്കിലും ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്, ഇതൊന്നും അങ്ങനെ ചെയ്യാൻ പാടില്ല, നമ്മളെ പ്രകോപിപ്പിക്കുന്നതാണ് അഡ്മിനിസ്ട്രേറ്റർ, നമ്മൾ ഒന്നിനും പോകാൻ പാടില്ല, അതുകൊണ്ട് അടങ്ങിയിരിക്കുക എന്നുള്ള. അപ്പോൾ രാഷ്ട്രീയ പാർട്ടി ബിത്രിയിലെ ഒരു വലിയ ഉദാഹരണമാണ്. ബിത്രിക്കാർ സമരം ചെയ്യുന്നില്ല ഞങ്ങളെന്ന് തീരുമാനിച്ചു. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് ഞങ്ങളുടെ നാടിന് ഞങ്ങളെ ഒഴിപ്പിക്കാൻ പോവാണ്, പക്ഷെ ഞങ്ങൾ സമരം ചെയ്യുന്നില്ല. ഞങ്ങളുടെ നേതാവ്, ഞാൻ ആ നേതാവിന്റെ പേര് പറയുന്നത്, ഞങ്ങളുടെ നേതാവ് എന്ത് ചെയ്തോളും, നോക്കിക്കോളും. അപ്പൊ അത്തരത്തിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക. എന്നിട്ട് രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വസിക്കുന്നവരൊക്കെ നമുക്ക് തള്ളി പറയാൻ പറ്റില്ലല്ലോ. അത് വിശ്വസിക്കുന്നത് അത് ഈ മറ്റേ എന്താണ് അതൊരു ഫിനോമിനാണ് ലക്ഷ്യനെ സംബന്ധിച്ചുള്ളത്. അതായത് വളരെ ബ്ലൈൻഡ് ഫോളോവേഴ്സിനെയാണ് ഇവർ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിന് ജാതി ഉണ്ടാവും, നാടുണ്ടാവും, പല കാര്യങ്ങൾ. അല്ലെ ഇഷ്യൂ ബേസ്ഡ്. ഫോർ എക്സാമ്പിൾ ഞാനൊരു കാര്യം, കഴിഞ്ഞ 10 വർഷത്തിൽ വിജയിച്ചൊരു സമരം പറഞ്ഞു. ഇപ്പോൾ ഓക്കെ, കോൺഗ്രസ് പാർട്ടിയുണ്ട്, NCP ഉണ്ട്, LSA ഉണ്ട്, NSUA ഉണ്ട്, യൂത്ത് കോൺഗ്രസ് ഉണ്ട്, ഇന്ത്യൻ മറ്റേ NYC നാഷണൽ യൂത്ത് കോൺഗ്രസ് ഉണ്ട്. ലക്ഷദ്വീപിൽ സമരം ചെയ്ത് വിജയിച്ച ഒരു കാര്യം പറഞ്ഞു. കഴിഞ്ഞൊരു 15 വർഷം എടുത്തോ ഉണ്ടോ? അപ്പോൾ ഇത്ര വരെ അവർ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? സമരം ചെയ്യരുത്, നിങ്ങൾ ആ കേസാവും, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഒരു ആൻറ്റി പ്രൊട്ടസ്റ്റ്, ഒരു ആൻറ്റി റെസിസ്റ്റൻസ് ആൾക്കാരായിരുന്നു ഇവരൊക്കെ. എന്നിട്ട് ഇപ്പോൾ ഒരു സുപ്രഭാതം അവർ ചോദിക്കുകയാണ് പിള്ളേരൊക്കെ എവിടെയാണ് സമരം ചെയ്യാൻ? അപ്പോൾ രാഷ്ട്രീയ പാർട്ടികളെ ഞാൻ അങ്ങനെ കുറ്റം പറയുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇതൊരു ഡൈലമയാണ് അവരെ സംബന്ധിച്ചത്. അവർ ഇത്രയും കാലം അഡ്മിനിസ്ട്രേഷൻ്റെ കൂടെ നിൽക്കുകയും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫാറൂഖ് ഖാൻ വന്നാൽ കൂടുതൽ MP ആയ ഫൈസലിനോട് അടുപ്പമുണ്ടായിരുന്നു. കോൺഗ്രസ് PMC ഉള്ള കാലത്ത് അന്നത്തെ അഡ്മിനിസ്ട്രേറ്റർ PMCൻ്റെ കൂടെ ആയിരുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു വിഭാഗം അഡ്മിനിസ്ട്രേഷൻ്റെ കൂടെ നിൽക്കുകയും ഇവർ തമ്മിൽ എതിർക്കുകയും ചെയ്തൊരു പൊളിറ്റിക്സിൽ നിന്നും അഡ്മിനിസ്ട്രേറ്റർ ഒരു സാങ്ക്ടം, എന്താ പറയുക, ഒരു ആർക്കും ഒന്നും പറയാൻ പാടില്ലാത്ത ഒരാളിൽ നിന്നും അഡ്മിനിസ്ട്രേറ്റർ ഒരു വില്ലനായി മാറുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ഈ ഇതൊരു ചരിത്ര എന്താ പറയുക മുഹൂർത്തമാണ്. ഈ സമയത്ത് എന്ത് ചെയ്യണമെന്ന് രാഷ്ട്രീയ പാർട്ടികൾക്ക് മനസ്സിലാവുന്നില്ല. ചിലപ്പോൾ ഒരു സമരത്തിന് പുറപ്പെടും, ചിലപ്പോൾ ഒരു അഡ്മിനിസ്ട്രേറ്ററിന് കൂടെ നിൽക്കാൻ നോക്കും. അങ്ങനെ കൺഫ്യൂസ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു യുവാക്കൾ തന്നെ വഴികാട്ടണമെന്നാണ്. CJP ഒരു ജന്തർ മന്ദർ ലക്ഷദ്വീപിൽ ഉണ്ടാവും, അങ്ങനെ ഒരു സാധ്യത ഉണ്ടോ? ഇപ്പൊ ഗ്രൗണ്ടുകളിലും ജന്തർ മന്ദർ ഇല്ല ലക്ഷദ്വീപില്. എവിടെ സമരം ചെയ്യണമെന്ന് തീരുമാനിച്ച് സർക്കാർ പറയുന്ന സ്ഥലത്ത് സമരം ചെയ്യാൻ അംഗീകരിച്ച് 2 രാഷ്ട്രീയ പാർട്ടികളും മതനേതാക്കന്മാരുടെ കൂടെ കവരത്തി ഗ്രൗണ്ടിൽ സംഗമിച്ച ശേഷം നമുക്ക് ലക്ഷദ്വീപിലെ സമരത്തിൽ ഇപ്പം എനിക്ക് പ്രതീക്ഷയില്ല. പിന്നെ ഇനി പറയുന്ന പോലെ ഒരു സ്പോണ്ടേനിയസ് മൂവ്മെന്റ് ഒക്കെ വരുമ്പോൾ നോക്കാം. അല്ല, ഇതിലൊരു സംഭവമുണ്ട്. മനുഷ്യ സാധാരണക്കാരായിട്ടുള്ള എന്നെപ്പോലത്തെ ആൾക്കാർ, നാട്ടിൽ ലാൻഡില്ല, മെയിൻലാൻഡിൽ ലാൻഡില്ല, ഇവരാണ് ടെൻഷൻ അടിക്കേണ്ടത്. ബാക്കി നേതാവായ മുഴുവൻ ആൾക്കാരും ഒരു പ്രാവശ്യം MP ആവുകയോ നേതാവുകയോ ചെയ്ത മുഴുവൻ ആൾക്കാർക്ക് ഇവിടെ കൊച്ചിയിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഫ്ലാറ്റുകളും സെറ്റപ്പുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അവർ ടൂർ പ്രോഗ്രാം എന്നുള്ള രീതിയിൽ ലക്ഷദ്വീപുകളിൽ വല്ലപ്പോഴും വന്നു പോകുന്ന ആൾക്കാർക്ക് അവർ സേഫാണ്, അവർക്കൊന്നും ആലോചിക്കാനില്ലല്ലോ, സേഫാണ്. അപ്പോൾ സാധാരണക്കാരന് മാത്രമാണ് ഇവിടെ കയറി വന്ന ബുദ്ധിമുട്ടുള്ളത്, അല്ലെങ്കിൽ ഒഴിപ്പിച്ച ബുദ്ധിമുട്ടുള്ളവർ. ബാക്കിയുള്ളവർ വല്ലപ്പോഴും മാവേലി വരുന്ന പോലെ എല്ലാവരും X or Y, X ആയാലും Y ആയാലും Y ആയാലും അവർക്ക് എല്ലാ സെറ്റപ്പും ഉണ്ട്. അവരെന്ത് ലക്ഷദ്വീപിൽ സ്ഥിരം ലക്ഷദ്വീപുകാർക്കൊപ്പം ജീവിക്കുന്നത് ഒരു കുറവായിട്ടാണ് കാണുന്നത്. മറ്റേ ഹെലികോപ്റ്ററിലോ കപ്പലിലോ വന്നിറങ്ങുമ്പോൾ ആളൊക്കെ കൂടി മറ്റേ മാലയും പൊന്നാടയും ഒക്കെ ഇട്ട് അവർ ടൂർ പ്രോഗ്രാം എല്ലാവരുടെ നമ്മുടെ ഒക്കെ വീടുകളിൽ കയറി ഭക്ഷണമൊക്കെ കഴിച്ച് അവർ ഹാപ്പി ആയിട്ട് 0 rupees ടിക്കറ്റിൽ അവർ യാത്ര ചെയ്ത് തിരിച്ചു പോകും. മൊത്തം ചെലവ് ആര് നോക്കുന്നു? ഇവരൊക്കെ നോക്കുന്നു. എന്നിട്ട് നമ്മളോടൊപ്പം ഉറങ്ങാനോ നമ്മളോടൊപ്പം കാര്യങ്ങൾ കഴിക്കാനോ നമ്മളോടൊപ്പം ഈ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാനോ ഇവരെവിടെ ഇല്ല, ഗ്രൗണ്ടിലില്ല. അപ്പോൾ ഗ്രൗണ്ടിലുള്ളത് ലക്ഷദ്വീപ് രാഷ്ട്രീയത്തിൽ MP ആവുന്ന ആൾ അല്ലെങ്കിൽ MP അത്തരം പോസ്റ്റുകൾ വരുന്ന ആൾ ഗ്രൗണ്ടിലുണ്ടാവുന്നത് ഒരു തെറ്റെന്നുള്ള ഒരു കൃത്യമായ ധാരണയും സെറ്റപ്പും ഉള്ള ഒരു സംവിധാനത്തിലും ആ സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നാണ് ഫീൽ ചെയ്തത്. അപ്പോൾ ഇത് ടൂർ പ്രോഗ്രാമാണ്. അപ്പോൾ അവർക്ക് ടെൻഷൻ അടിക്കാനും ഇല്ല. എന്നെ പോലത്തെ സാധാരണക്കാരൻ മാത്രം ടെൻഷൻ അടിച്ചാൽ മതി. ഇപ്പൊ ഒരു പുതിയ ട്രെൻഡ് ഉണ്ടായിരുന്നു, നേതാക്കന്മാർ റൂമിലിരിക്കുന്നു, വീഡിയോ വെക്കുന്നു, പറയുന്നു. പക്ഷേ ഈ ടൗൺ ആൻഡ് കൺട്രി പ്ലാനിനകത്തിൽ അതും ഇതുവരെ നടന്നിട്ടില്ല എന്നുള്ളതാണ്.
അതായത് ഇപ്പോൾ അവർക്ക് മനസ്സിലായിട്ടില്ല. അതെ അതെ, എനിക്ക് തോന്നുന്നത് വായിക്കാൻ സമയം കിട്ടിയില്ലെന്ന് തോന്നുന്നു. ആക്ച്വലി അവരിനി വായിച്ചാൽ തന്നെ ഹംദുല്ലാ സൈദ് ഒരു വീഡിയോ പലപ്പോഴും എനിക്ക് തോന്നുന്നു ഹംദുല്ലാ സൈദ് നല്ലൊരു ക്യാമറമാനെ കൂടി കൊടുക്കണം എന്നാണ്. കാരണം ആംഗിളൊക്കെ ചിലപ്പോൾ തെറ്റി പോകുന്നു പാവം. പക്ഷേ ആ ഒരു വീഡിയോ പോലും ഈ കാര്യത്തിൽ വന്നിട്ടില്ല. അപ്പോൾ ഓക്കെ, ഇപ്പോൾ ഇനി MP അല്ലാത്ത പാർട്ടി വിചാരിക്കുന്നത് എന്താണ്? ഓക്കെ, വെയിറ്റ്, അവനറിയട്ടെ, നാട്ടുകാരറിയട്ടെ അവൻ എത്രത്തോളം നമ്മളെ തോപ്പിച്ചല്ലേ. അപ്പൊ ഈ ഇലക്ഷന് വേണ്ടിയിട്ടുള്ള ഇപ്പോൾ പലരും ഈവൻ പല ഗ്രൂപ്പുകളിൽ പോലും കോക്രോച്ച് ജനതാ പാർട്ടിയെ എങ്ങനെ നേരിടണമെന്ന് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ത്രെറ്റായിട്ട് കണ്ടിട്ട്, ഞാനൊരാളുടെ സ്റ്റാറ്റസ് ആണ്, ഒരു കോൺഗ്രസ് വക്താവാണ്, പുള്ളി കോൺഗ്രസ് പാർട്ടിക്കാരോട് ചോദിച്ചിട്ട് സ്റ്റാറ്റസ് ഇട്ടിരിക്കുകയാണ്, അറ്റ്ലീസ്റ്റ് ഞങ്ങളെ വെറുതെ വിട്ടൂടെ, അതായത് നിങ്ങളുമായിട്ടൊന്നും ചെയ്യുന്നില്ല, ഇവിടെ ഒരു കുറച്ച് പേര് സംഘടിക്കുന്നുണ്ട്, അത് 2 പാർട്ടിയിലുണ്ട്. അതായത് ലക്ഷദ്വീപിലേക്ക് രക്ഷയുണ്ടോ, ലക്ഷദ്വീപിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് മൂവ്മെൻറ്റോ ബാക്കിയുള്ള കാര്യങ്ങളോ വരണം. അതിൽ അവർ പ്രഖ്യാപിക്കണം ഞങ്ങൾ ഇലക്ഷനിൽ മത്സരിക്കില്ല എന്ന്. കാരണം അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർക്ക് അവിടെ നിൽക്കട്ടെ, നമ്മളവർ എതിർക്കും. ഇപ്പൊ ഇതിൽ വരുന്നത് മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങൾ രണ്ടാളും പറഞ്ഞ വെച്ച് അഡ്മിനിസ്ട്രേറ്ററിനാണ് പൂർണ്ണ അധികാരം. അഡ്മിനിസ്ട്രേറ്റർ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നു, ബാക്കി ഒരാൾക്കും ഒരു അധികാരവും ഇല്ല. നമ്മൾ ശരി പാർലമെന്റിന് പോലും അധികാരമില്ല ഈ സിസ്റ്റത്തിൽ. പറഞ്ഞൊരു വലിയൊരു കാര്യമുണ്ട്. അതായത് ഇപ്പോഴും ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നത് നമ്മുടെ വരുന്ന ഈ റെഗുലേഷൻസും കാര്യങ്ങൾക്കൊക്കെ ഈ എന്താണ് പാർലമെന്റിന് മാത്രമേ ആക്ടിനുള്ള അധികാരമുള്ളൂ. അപ്പോൾ ആക്ച്വലി പാർലമെന്റിന്റെ പരിധിയിൽ വരുന്നില്ല. അതായത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മെയിൻ സംഭവത്തെ ബൈപ്പാസ് ചെയ്തുകൊണ്ടാണ് ലക്ഷദ്വീപിൽ നിയമങ്ങൾ നടപ്പിലാക്കുന്നത്. പക്ഷെ എന്നോട് ഈ അടുത്തൊരാൾ തർക്കുന്നത് അതൊക്കെ വെറുതെയാണ്, പാർലമെന്റിൽ പോയി വോട്ട്, പിന്നെ നമ്മൾ MP അയക്കുന്നത്. അപ്പം ഞാൻ അത് ആഗ്രഹിക്കുന്നത്, എന്തിനാണ് പിന്നെ നമ്മൾ MP അയക്കുന്നത്? അതായത് നിയമനിർമ്മാണം നടത്താൻ വേണ്ടി ലക്ഷദ്വീപിൽ ഒരു പ്രതിനിധിയുള്ളൂ, ആ സഭയിലേക്ക് നമ്മുടെ നിയമം പോകുന്നില്ല. അതെ, അത് വലിയ സീരിയസ് ഇഷ്യൂ ആണ്. മാത്രമല്ല, ഇന്ത്യൻ പാർലമെന്റിൽ ഒരു നിയമം പാസ്സാക്കിയാല് ആ നിയമം ലക്ഷദ്വീപിൽ നടപ്പിലാക്കണോ വേണ്ടയോ എന്ന് പബ്ലിഷ് ചെയ്യാതെ ഒരിക്കലും വരില്ല. അത് ഗോത്രവർഗമായത് കൊണ്ടാണ് ആ ഒരു സാധനം നമുക്ക് കിട്ടുന്നത്, പ്രത്യേക പരിഗണന കിട്ടുന്നത്. പക്ഷേ അത് മിസ്യൂസ് ചെയ്യപ്പെടുക മാത്രമാണ് സംഭവിക്കുന്നത്. ഇതിൽ മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ, ഇതിലിപ്പോ ഇവര് ടൗൺ ആൻഡ് കൺട്രി പ്ലാനിൽ ഈ പ്ലാൻ വരയ്ക്കുമ്പോൾ ഇതിൽ ഇവർ റെസിഡൻഷ്യൽ ഏരിയ, കൊമേഴ്ഷ്യൽ ഏരിയ, ടൂറിസത്തിന് വേണ്ടിയുള്ള ഏരിയ, ഹോട്ടൽസ് എവിടെയാണ് വരേണ്ടത്, ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇപ്പോൾ ഒരു ഏരിയ നോക്കുമ്പോൾ അവിടെ വീടുകളായിരിക്കും, ചിലപ്പോൾ റെസിഡൻഷ്യൽ ഏരിയ ആയിരിക്കും. ഇവർ പ്ലാൻ വരച്ച് കഴിയുമ്പോഴേക്കും അവിടെ റെസിഡൻഷ്യൽ അല്ലായിരിക്കും, കൊമേഴ്ഷ്യൽ ഏരിയ അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് ഏരിയ. അങ്ങനെയാണെങ്കിൽ ഈ കെട്ടിടം പൊളിക്കപ്പെടും. അതെ, ഈ ശശി തരൂർ പാർലമെന്റിൽ ഒരു പ്രസംഗത്തിൽ പറയുന്നുണ്ട്, അതായത് എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ വികസനങ്ങൾ സ്പീഡിൽ നടക്കാത്തതെന്ന്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അയാൾ അതിന് ചിലപ്പോൾ വിമർശപ്പെടാം, പക്ഷേ അയാൾ ഉന്നയിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ചൈനയിൽ എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്. ചൈനയിൽ അവർ മീറ്റിംഗ് കൂടിയിട്ട് വരച്ചു കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഏത് വീടുണ്ടാവും പോകുന്നതാണ്. കാരണം കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റാണ്, കൂടുതൽ കളിച്ചാൽ അവിടെ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു, ചൈനയിൽ സ്പീഡിൽ ഡെവലപ്പ് ആണ്. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെയല്ല, വി നീഡ് കൺസൾട്ടേഷൻ, അവരോട് സംസാരിക്കണം, ഈ ലാൻഡ് എന്താണെന്ന് നോക്കണം, അവർക്ക് ആകെയുള്ള ലാൻഡ് ആണോ നോക്കണം, കോമ്പൻസേഷൻ കൊടുക്കണം. പക്ഷേ പട്ടേൽ ഇപ്പോൾ ചെയ്യുന്നത് ചൈനയിലെ നോർത്ത് കൊറിയയിലെ സംഭവമാണ്. അതായത് അവർ ഓൾറെഡി പ്ലാൻ കൊണ്ട് ഇത് വരക്കുന്നു, പിന്നെ നമ്മളോട് ചോദിക്കും. പണ്ട് UCK തങ്ങളൊരു കഥ പറഞ്ഞു പറഞ്ഞുണ്ട്. അതായത് ഞാൻ UCK തങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തർക്കിച്ചപ്പോൾ UCK തങ്ങൾ എന്നോട് പേഴ്സണലി ഇവിടെ വന്ന് ഒരു കാര്യം ഞാൻ പറഞ്ഞു. അതായത് ഈ കിണർ കുഴിക്കുന്നതെന്ന് വിചാരിക്കുക, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മെയിൻ ലാൻഡിൽ കിണർ കുഴിക്കണമെങ്കിൽ അവർ സമീപവാസികളോട് ചോദിക്കും, നമുക്കിവിടെ ഒരു കിണറായാൽ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കും. അപ്പോൾ അവർ പറയും ഓക്കെ നമുക്ക് കിണർ കുഴിക്കാം. എന്നിട്ട് കിണർ കുഴിക്കുന്നു, എന്നിട്ട് ചോദിക്കുന്നു കിണർ എങ്ങനെയുണ്ട്, അപ്പോൾ നാട്ടിൽ വന്നു അടിപൊളി. പക്ഷേ ലക്ഷദ്വീപിൽ അങ്ങനെയല്ല. ലക്ഷദ്വീപിൽ അവർ ആദ്യം വരുന്നു, കിണർ കുഴിക്കുന്നു, എന്നിട്ട് നമ്മൾ എങ്ങനെയുണ്ട്, അപ്പോൾ നമ്മൾ പറയുന്നു അടിപൊളി. അപ്പോൾ അതായത് അതിൻ്റെ ഇടയിലുള്ളൊരു കൺസൾട്ടേഷൻ ഇവിടെ മിസ്സിംഗ് ആണ്. ആ ഒരു സംഭവം എത്രയും പെട്ടെന്ന് ഇവിടെ വരുന്നോ എന്നാലും നമുക്ക് രക്ഷയുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഈ ജനാധിപത്യം കൺസൾട്ട് ചെയ്യുന്നതല്ല ജനാധിപത്യം എന്ന് പറയുന്നത്? ഒരു അധികാരവും ഒരു അവകാശവും എടുക്കാതിരിക്കുമ്പോൾ ഇപ്പൊ നമുക്കറിയാം പഞ്ചായത്ത് ഇലക്ഷൻ തന്നെ നടന്നിട്ട് ഏകദേശം 5 വർഷം ആവാറായി. അപ്പോൾ ഒരു താഴെക്കിടയിലുള്ള ഒരു ലോക്കൽ ഗവേണൻസിനുള്ള ഒരു ബോഡി എന്ന് പറയുന്നത് പഞ്ചായത്ത് മാത്രമാണ്. അതുപോലും നിലവിലില്ല ഇന്ന് ലക്ഷദ്വീപിൽ. അപ്പോൾ ഈ ലഡാക്കിൽ സംഭവിച്ചതുണ്ടല്ലോ, ലഡാക്കിൽ സമരങ്ങൾ നടക്കുന്നു, പിന്നീട് ഇപ്പോൾ ഹോം മിനിസ്ട്രി അവരുമായിട്ട് മീറ്റിംഗ് നടത്തി, ആ മൂവ്മെന്റുകാരുമായിട്ട് മീറ്റിംഗ് നടത്തുന്നു, അവസാനം ഹിൽ കൗൺസിലുകൾ കൊടുക്കാമെന്ന്, ഒരു പ്രത്യേക പരിരക്ഷ കൊടുക്കാമെന്ന് സമ്മതിക്കുന്നു. അത് ലഡാക്ക് തിരിച്ചറിയുന്നത് ലഡാക്ക് ഈ ജമ്മു ആൻഡ് കാശ്മീരിന്റെ ഭാഗമായിട്ട് നിന്നാണ്. പിന്നീട് ഇത് വെട്ടിമാറ്റി യൂണിയൻ ടെറിട്ടറി ആകുമ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുന്നത് അവർ ആവശ്യപ്പെട്ട് വാങ്ങിയതാണ് യൂണിയൻ ടെറിട്ടറി. പക്ഷെ യൂണിയൻ ടെറിട്ടറി കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇതിൽ ഒരു റോളും ഇല്ല. അപ്പോൾ വീണ്ടും അവരെന്ത് ചെയ്തു, വീണ്ടും ഒരു പ്രതിഷേധങ്ങളിലേക്കും സമരങ്ങളിലേക്ക് വരികയാണ്. അപ്പൊ ലക്ഷദ്വീപിൽ അങ്ങനെ ഒരു സാധനം ഇതുവരെ തിരിച്ചറിവ് ഉണ്ടായിട്ടില്ലെന്നാണ് നിങ്ങൾ ഈ പറയുന്നത്. ലക്ഷദ്വീപുകാർ യഥാർത്ഥത്തിൽ ലക്ഷദ്വീപിന്റെ മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാർ ലഡാക്കിൽ ഉണ്ടായിരുന്നെങ്കിൽ ആകെ എന്ത് ചെയ്യുമായിരുന്നു, 30% കമ്മീഷൻ കൊടുത്തുകൊണ്ട് ഹൈക്കോർട്ടിലോട്ട് കേസ് കൊടുക്കുന്നു. അതിൽ കൂടുതൽ ഒരു സാധനം 30% കമ്മീഷൻ ആർക്കാണ്?
ഈ കേസ് മുട്ടിച്ചു കൊടുക്കുന്ന ആൾക്ക് കമ്മീഷൻ കൊടുത്തുകൊണ്ട് ലോക്കൽ വക്കീൽ, ഒന്നെങ്കിൽ ലോക്കൽ വക്കീൽ അല്ലെങ്കിൽ ആരാണോ മുട്ടിച്ചു കൊടുക്കുന്ന അയാൾക്ക് 30% കമ്മീഷൻ കിട്ടാൻ പാകത്തിന്. അതേപോലെ എത്രയാണോ ഒരു ഏകദേശ കണക്കാണ് പറയുന്നത്, 30% കമ്മീഷൻ കൊടുത്തു കേസ് കൊടുത്തിട്ട് ഇങ്ങനെ കയ്യും കെട്ടി നോക്കിയിരിക്കുക. ലക്ഷദ്വീപുകാർ വളരെ ബുദ്ധിയുള്ള ആൾക്കാർ, അതുകൊണ്ട് അവർ സമരം ചെയ്യില്ല, കേസ് കൊടുത്ത. പക്ഷേ ലഡാക്കിലുള്ളത് ലഡാക്കുകാരായിപ്പോയി, അതുകൊണ്ട് അവർ തെരുവിലിറങ്ങി സമരം ചെയ്തു. പിന്നെ ഇഷ്യൂസ് ഉണ്ടാവുന്നു, മൂവ്മെന്റ് ഉണ്ടാവുന്നു. അങ്ങനെ അവസാനം എന്ത് സംഭവിക്കുന്നു? ലാസ്റ്റ് ഇത് മുട്ടുമടക്കേണ്ടി വന്നു. ആരാണ് മുട്ടുമടക്കുന്നത്? BJP ആണ്. ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന BJP ആണ്. അപ്പൊ ദ്വീപിലെ നേതാക്കന്മാർ പറയുന്നത് എന്താണ്? സെൻട്രൽ BJP ആണ്, അതുകൊണ്ട് നിങ്ങൾ സമരം ചെയ്യാൻ പാടില്ല. സമരം ചെയ്താൽ നിങ്ങൾക്ക് നെഗറ്റീവ് അല്ലാതെ ഒരു രീതിയിലും നിങ്ങൾ ജയിച്ചു വരത്തില്ല എന്നുള്ള ലെവലിലോട്ടാണ് പറയുന്നത്. പിന്നെ മീൻസ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികളോടും മീൻസ് ജോലി നോക്കുന്ന ആൾക്കാരോട് പറയുന്നത് എന്താണ്? കേസാവും, ജോലി കിട്ടത്തില്ല എന്നുള്ളത്. ജോലി കൊടുക്കാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടാക്കി വിട്ടാലല്ലേ കേസ് ആവാതെ നിന്നാൽ ജോലി കിട്ടും എന്നുള്ള പ്രതീക്ഷിക്കാൻ. ഇവിടെ ജീവിക്കാൻ നാടില്ല, താമസിക്കാൻ സ്പേസ് ഇല്ല, ജോലിയും കൊടുക്കുന്നില്ല, എന്നിട്ട് പറയുന്നത് കേസ് ആവും, അതുകൊണ്ട് നിങ്ങൾ സമരം ചെയ്യരുത്. എന്നിട്ട് അതുകൂടാതെ ആകെ കിട്ടുന്നത് 1700 കോടി, സംവാട്ട് 1700 കോടിയാണ് കിട്ടുന്നത്. ഓക്കെ, കൂട്ടിപ്പിടിച്ചാൽ ഒരു 2000 കോടി. ഈ 2000 കോടി എന്ന് പറയുന്നത് ഇന്ത്യയിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു ചെറിയ പ്രൊജക്ടിന്റെ പ്രൈസ് പോലും വരുന്നില്ല. റോഡ് ഇടുന്ന പ്രൊജക്ട്, ഇല്ലെങ്കിൽ മറ്റേ പട്ടേലിന്റെ പ്രതിമ ഉണ്ടാക്കിയത് 3000 കോടിക്കാണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രൊജക്റ്റാണ്, 3000 കോടിയാണ്. മൊത്തത്തിലുള്ള ഒരു ഇയർ റൺ ചെയ്യാൻ പാകത്തിന് കൊടുക്കുന്നതാണ് 1700 കോടി രൂപ. 1700 കോടി രൂപ നമ്മൾ വാങ്ങുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ജനാധിപത്യം അവകാശപ്പെടാൻ പാടില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ മാത്രമല്ല, ഇപ്പൊ ലാൻഡിന്റെ അവകാശം പാടില്ല, സമരം ചെയ്യാൻ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല, പക്ഷെ ആ പൈസ തരും. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇന്ത്യയിൽ കൂടുതൽ ടാക്സ് കൊടുക്കുന്നവർ കോട്ട് എന്നുള്ള രീതിയിൽ പോളിസി ഉണ്ടാക്കിയാൽ പോരെ? ആ രീതിയിലാണ്. എന്ന് പറയുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണോ പറയുന്നത് അതിന് വളരെ വിപരീതമായിട്ടുള്ള ഒരു പോയിന്റ് ആണ് പറയുന്നത്. നമ്മളും കൂടി സമ്മതിച്ചു കൊടുക്കുന്നുണ്ടല്ലോ, അതല്ലേ? അതിപ്പോ കാലങ്ങളായി ബുദ്ധിജീവികൾ മറ്റേ ഉദ്യോഗസ്ഥന്മാർ മാത്രമാണല്ലോ കാര്യങ്ങളുള്ളത്. ഇപ്പൊ ഇന്നലെ ഞാനൊരു ഒരു റിട്ടയർഡ് ആയിട്ടുള്ള ഓഫീസേഴ്സൊക്കെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു റിട്ടയർഡ് ഡയറക്ടർ പെട്ടെന്ന് ഒരു രാവിലെ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്, ഇന്ത്യയിലെ എല്ലാ ഭൂമിയും സർക്കാരിന്റെ ആണ്. അപ്പൊ അതുകൊണ്ട് കൂടുതൽ അപ്പൊ അതായത് ഇതിന്റെ ഒരു പ്രശ്നം വെച്ചാൽ ഇവര് ദേ ആർ സബ്സർവിയൻ ടു ദി ഡൈനാസ്റ്റി, ഐ മീൻ ദ അഡ്മിനിസ്ട്രേഷൻ. എപ്പോഴും അഡ്മിനിസ്ട്രേഷൻ. ഇപ്പോൾ എനിക്ക് ഞാൻ കടുംബത്തിൽ തെക്ക് ഭാഗത്തിരിക്കുമ്പോൾ അവർ സ്പോർട്സ് പറഞ്ഞ് പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ബീച്ച് നിങ്ങളുടെ പ്രോപ്പർട്ടിയില്ല, നിങ്ങൾ അക്വരിക്കുന്നത് നോ ഡെവലപ്മെൻറ്റ് സോണിൻ്റെ അപ്പുറത്തുള്ള ലാൻഡാണ്. ഈ ബീച്ച് എനിക്കിരിക്കാൻ ഞാൻ അത് കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂടെ ഒരു പോലീസുകാരാണ്, പുള്ളി നോർമൽ ഡ്രസ്സിലാണ്. കാരണം വേഗം എണീറ്റു, ഇതൊക്കെ സർക്കാരിൻ്റെതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള രീതി. അപ്പോൾ അവൻ ഇവിടെ സ്കൂളിൽ പഠിച്ചല്ലത്, അത് വീട്ടിലൊക്കെ പറഞ്ഞ് സർക്കാർ എല്ലാം സർക്കാരിൻ്റെതാണെന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പോയിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ പറയുന്നില്ല, ആളുകൾ ഈ പട്ടേലിൻ്റെ കാലഘട്ടത്തിലും ആൾക്കാർ പറയുന്നത് എന്താ, ഒന്ന് ജസ്റ്റ് ഒരു ദയാലുവായിട്ടുള്ള ഒരാളെത്താ ലാൻഡൊക്കെ നിങ്ങൾ തൽക്കാലം എടുത്തോ, ഒരു കുറച്ച് ദയാലുവായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റർ. ദയാലുവായിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റർ വന്നാണ് പ്രശ്നങ്ങൾ തീരുന്നില്ലല്ലോ, നമ്മളോട് കൺസൾട്ട് ചെയ്യുന്നില്ലല്ലോ, നിയമങ്ങൾ ഉണ്ടാക്കുന്ന അവരുടെ ഇഷ്ടത്തിനല്ലേ. പിന്നെ ഈ LDR വന്നതുകൊണ്ട് മാത്രം, ഇപ്പൊ LDR എന്ന് പറയുന്നത് ടൗൺ ആൻഡ് കൺട്രി പ്ലാനിങ് വന്നതുകൊണ്ട് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്നുണ്ടല്ലോ. ഇതിന്റെ വേറൊരു തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ, ഫസ്റ്റ് പട്ടേൽ എടുക്കുന്ന ആദ്യത്തെ ഡിസിഷൻ കവരത്തിയിലെ ഫിഷർമാരുടെ ഷെഡ് പൊളിക്കുകയാണ്. അന്ന് ഞാനും പുള്ളി ഇപ്പോൾ റിട്ടയർഡായി ഒരു ഉദ്യോഗസ്ഥനും കൂടി ബീച്ച് റോഡ് കൂടി ചായ കുടിക്കാൻ വേണ്ടി നടന്നു വരാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് കണ്ട പൊളിച്ച് ഭയങ്കര അല്ലെങ്കിൽ പൊളിക്കേണ്ടതായിരുന്നു, അത് അവന്മാർ കുറെ കൂടുതലാണ്, ഇവിടെ ഭയങ്കര ഷെഡൊക്കെ കെട്ടി ഒരു വൃത്തിയിലായിരുന്നു, ബീച്ച് പോയി വൃത്തി. അപ്പോൾ അയാൾ ചോദിച്ചത് എന്താണ്, അപ്പോൾ ഞങ്ങൾ അന്ന് ലാക്റ്റിലൊരു വീഡിയോ ചെയ്തിരുന്നു. അതായത് ഈ JCB വെറും അവിടെ തീരില്ല, നിങ്ങളുടെ വീട്ടുമുറ്റത്ത് ഒരു ദിവസം വരും. അതിപ്പോഴും ഉണ്ട് യൂട്യൂബിൽ. അന്നാണ് നമുക്ക് മനസ്സിലാവുക. ഇപ്പം എന്നിട്ട് എന്ത് ചെയ്തു, ആദ്യം മറ്റേ ഫിഷർമാരിലേക്ക് വന്നു, എന്നിട്ട് മറ്റേ ഫാർമേഴ്സിലേക്ക് വന്നു, അത് കഴിഞ്ഞിട്ട് മറ്റേ ക്യാഷ്വൽ ലേബറേഴ്സിനെ പിരിച്ചുവിട്ടു. അപ്പോൾ LGUവിൻ്റെയും പരിഷത്തിൻ്റെയും ആൾക്കാർ എന്ത് ചെയ്തു, മീറ്റിംഗ് കൂടിയില്ല, കാരണം ക്യാഷ്വൽ ലേബേഴ്സാണ്. അത് കഴിഞ്ഞ് കോൺട്രാക്ടറെ പിരിച്ചുവിട്ടു. അപ്പോൾ പറഞ്ഞ എന്താ,
കോൺട്രാക്ടിന്റെ സംഘടനയല്ല LGU പരിഷത്തും, അത് പെർമനന്റ് ഉദ്യോഗസ്ഥന്മാരുടെ സംഘടന. അവസാനം 56 ജയില് ലക്ഷദ്വീപ് ക്ലാസിന്റെ അതെ അവർ വന്ന അവസാനം അപ്പൊ ഈ പാസ്റ്റർ നിമോളറിന്റെ ചെയ്തിട്ടുണ്ടല്ലോ. 56 ജെ വന്നു. പക്ഷെ അപ്പോഴാണ് ഇപ്പോൾ അവർ പറയുന്നത് നിങ്ങൾ സമരം ചെയ്യണം, നിങ്ങൾ അതാക്കണം ഇതാക്കണം, മീറ്റിംഗ് കൊടുത്തു, റെപ്രസെന്റേഷൻ കൊടുക്കുന്നു, വിപ്ലവ ഗാനങ്ങൾ ഇരുന്നു. അപ്പൊ ഈ സാധനങ്ങൾ വരുമ്പോ എന്താന്ന് വെച്ചാല് ബിക്കോസ് ദേ ഫീൽ ത്രെറ്റൻഡ്. ലക്ഷദ്വീപിലെ ഇലീറ്റ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, എല്ലാ കാലത്തും രാഷ്ട്രീയത്തെയും പള്ളികളെയും മതസംഘടനകളെയും മദ്രസകളെയും ഒക്കെ നിയന്ത്രിച്ചിരുന്ന ഉദ്യോഗസ്ഥ വർഗം അവരിലേക്കാണ് ഇപ്പോൾ എന്ത് പോയിരിക്കുന്നത്, വന്നിരിക്കുന്നത്. അതിന്റെ കൂടെ ഇപ്പോൾ എന്താ കൂനിന്മേൽ കുരു എന്നുള്ള പോലെ ഇപ്പൊ ഈ ടൗൺ ആൻഡ് കൺട്രി പ്ലാനിങ് കൂടി വരുമ്പോൾ എന്താ ഇപ്പൊ സാബിത്ത് പറഞ്ഞൊരു കാര്യം എനിക്കൊരു തിരിച്ചുള്ളത്, എന്തുകൊണ്ട് മൈഗ്രേറ്റ് ചെയ്യുന്നില്ല? കാരണം ഇവരുടെ ഇൻകം സോഴ്സ് എവിടെയാണ്? മൈഗ്രേഷൻ എങ്ങനെയാണ് സംഭവിക്കേണ്ടത്? ഇപ്പം ഞാൻ മെയിൻലാൻഡിലേക്ക് വരുന്നു. ഇപ്പം ഞാൻ പോസ്റ്റ് ജോലി രാജിവെച്ചിട്ടാണ് ഞാൻ ഈ ആക്ടിവിസ്റ്റിലേക്ക് വന്നത്. ഞാൻ മെയിൻലാൻഡിലേക്ക് വരുന്നത് എന്തിനാണ്? എനിക്ക് ചെറിയ ചെറിയ ബിസിനസ് പരിപാടികളൊക്കെ ഉണ്ട്, അതിവിടെ നടക്കണം. എനിക്കിവിടെ ഇൻകം സോഴ്സ് ഉള്ളപ്പോഴാണ് എനിക്കിവിടെ വരുന്നത് യാത്ര ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഒരു 2 ലക്ഷം രൂപ ശമ്പളം മേടിക്കുന്ന ആളായാലും അയാൾക്ക് ലക്ഷദ്വീപ് ഉണ്ടെങ്കിലേ അയാളുടെ ശമ്പളം ഉള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, വലിയൊരു ക്ലാസ് പൂർണ്ണമായും മൈഗ്രേറ്റ് ചെയ്യുന്നില്ല. പക്ഷെ അവർക്ക് എന്ത് വേണം? ലക്ഷദ്വീപും വേണം, കേരളവും വേണം. പക്ഷേ ഇപ്പോൾ ലക്ഷദ്വീപിൽ അവരുടെ എക്സിസ്റ്റൻ്റ് ത്രെറ്റ് ഉണ്ടാകുമ്പോഴാണ് അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യുന്നത്, LGU പരിഷത്തൊക്കെ ചെറുതായിട്ടെങ്കിലും ഒന്ന് അനങ്ങി തുടങ്ങുന്നത്. ഇപ്പോഴും പക്ഷേ ആ ഒരു ഇപ്പോൾ ഞാനിപ്പോൾ ഇന്നലെ കഴിഞ്ഞ ആഴ്ച ഒരു സമരത്തിൽ പങ്കെടുത്തു കൊച്ചി ഓഫീസിൽ. അത് നടത്തിയിരിക്കുന്നത് കോൺഫെഡറേഷൻ ഓഫ് എംപ്ലോയീസ് ആണ്, ഇടത് സംഘടനയാണ് ഉദ്യോഗസ്ഥന്മാരുടെ. അതിൽ എൻ്റെ കൂടെ പാസ്പോർട്ട് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന അജീഷ് സെബാസ്റ്റ്യനുണ്ട്, പുള്ളിയാണ് എന്നോട് വിളിച്ച് പറഞ്ഞത്. അങ്ങനെ ഉദ്യോഗസ്ഥന്മാരോട് സമരം ചെയ്യുന്നുണ്ട്. പക്ഷേ ലക്ഷദ്വീപിൽ എന്താ പറയുന്നത്, പാടില്ല, ഉദ്യോഗസ്ഥന്മാർക്ക് സമരം പാടില്ല, ഒന്നും പാടില്ല. പക്ഷെ അവരെല്ലാം നിയന്ത്രിക്കും. ദേ വെയർ ദ കിങ് മേക്കേഴ്സ്. ബട്ട് നൗ ഈവൻ അവരുടെയും കൂടി എക്സിസ്റ്റൻസ് ത്രെറ്റൻഡ് ആണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ നമുക്ക് ടൗൺ ആൻഡ് കൺട്രി പ്ലാനിങ്ങിൽ ഇപ്പോൾ ശരിക്കും ഒരു ഹിസ്റ്റോറിക്കൽ റെഫറൻസിൽ എടുക്കേണ്ട സമയത്ത് ഇപ്പോൾ പലപ്പോഴും ദമനിലെ കാര്യമാണെന്ന് പറയണ്ടേ. പക്ഷേ ഈ സൗത്ത് ആഫ്രിക്കയിൽ അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്കയിലെ ഓൾ ഓവർ ആഫ്രിക്കയിൽ ഈ നേറ്റീവ് ലൊക്കേഷൻസ് എന്ന ഇടം കൊണ്ടാണ്. അതായത് ചില ഏരിയകളിൽ മാത്രമാണ് ആഫ്രിക്കൻസ് പുറപ്പാകാൻ. ആക്ച്വലി അതായത് ഇപ്പോൾ നിങ്ങയിലെ പുറത്തോ അതിൽ അവർക്ക് തന്നെ കിട്ടും, അതിൽ നമുക്ക് ബിൽഡിംഗ് റൈറ്റ്സ് കിട്ടും. അപ്പോൾ ആഫ്രിക്കൻസ് ഇങ്ങനെ തിങ്ങി താമസിക്കുന്നവർ ഇടുകയും, പക്ഷേ ബാക്കി വലിയ ഇടത്തിൽ തന്നെയുണ്ട് ഇവിടെ ഡെവലപ്മെൻറ്റ്സ്, അവിടെ സ്കൂളുകൾ, ഇംഗ്ലീഷ് സ്കൂള്, മറ്റേ മറിച്ച്. അപ്പോൾ അതുപോലെ ലക്ഷദ്വീപിലെ നേറ്റീവ്സ് പുറപ്പായപ്പോൾ ഒരു ഇടക തരും. നേറ്റീവ് ലൊക്കേഷൻ വിൽ ബി അലൊക്കേറ്റഡ്. എന്നിട്ട് തന്നെയും ബാക്കിയുള്ള ഡെവലപ്മെൻറ്റ്, ബാക്കിയുള്ള കാര്യങ്ങൾ അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ ഇതൊരു എന്നതുകൊണ്ട് ഒരു കൊളോണിയൽ ഗവൺമെൻറ് ആണ്, സംശയമില്ല. ഇത് കൊളോണിയൽ ലോ ആണ്, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. അത് മാത്രമല്ല, ഇപ്പൊ ഈ ലക്ഷദ്വീപിന് ഒരുമിക്കാൻ പറ്റുന്നില്ല. ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്നു. നേരത്തെ SLF ആയിരുന്നു, SLF പാടെ പൊളിഞ്ഞു പോകുന്നു. പിന്നെ ഇപ്പൊ CJP മൂവ്മെന്റ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്, പക്ഷെ എത്രത്തോളം ഇത് സക്സസ് ആവുമെന്ന് നമുക്കറിയില്ല. പിന്നെ ഈ ലക്ഷദ്വീപുകാർ ഇപ്പോൾ വടക്കൻ ദ്വീപുകൾ, തെക്കൻ ദ്വീപുകൾ, അല്ലെങ്കിൽ വലിയ ദ്വീപുകൾ, ചെറിയ ദ്വീപുകൾ, പിന്നെ ആ ദ്വീപുകൾക്കിടയിൽ തന്നെ മേലാച്ചേരി, കോയമാരി, മാലിമാരി ഇങ്ങനെ കുറേ കൂട്ടങ്ങളായിട്ട് തിരിഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ലക്ഷദ്വീപിലെ ഭൂമി മുഴുവനായിട്ട് പുറത്തുനിന്ന് വന്നൊരു ഗുജറാത്തി കൈയേറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ലക്ഷദ്വീപുകാർ ഇപ്പോഴും ഈ വിഭാഗീയത മനസ്സിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരുമിക്കാതെ നിൽക്കുകയാണ്. അപ്പോൾ ഇതിനെങ്ങനെയാണ് ഒരു പരിഹാരം? അതായത് അതിനൊരു അടിസ്ഥാനപരമായിട്ടൊരു കാര്യമാണ്. അതായത് ഇവിടുത്തെ മെയിനായിട്ട് ഇവിടുത്തെ നമ്മളിപ്പോൾ ഇതൊക്കെ പറയുന്നുണ്ട്, ഈ ജാതി, നാട്, ഇതിനൊക്കെ ഹൈജാക്ക് ചെയ്തൊരു സംഭവമുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ. ഈ രാഷ്ട്രീയ പാർട്ടികളുടെ നിലനിൽപ്പ് അതറിനെ കേന്ദ്രീകരിച്ചാണ്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഹംദുള്ള സപ്പോർട്ടറാണെന്ന് വിചാരിക്കുക. നിങ്ങൾ എന്നോട് ഹംദുള്ളയെ പറ്റി കുറേ ചോദിച്ച് ഉത്തരം മുട്ടുമ്പോൾ ഞാൻ പറയും നിൻ്റെ ഫൈസൽ ഭയങ്കര നല്ലതായിരുന്നു എന്ന് ചോദിക്കും. അതായത് അവരുണ്ടെങ്കിലേ ഇവരുണ്ടോ. ഒരിക്കലും ഇതൊന്നും ആൻറ്റി അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നില്ല. ഇപ്പോൾ ഡോക്ടർ കോയ വന്നത് PMCനെതിരെയാണ്, അല്ലാതെ അഡ്മിനിസ്ട്രേഷനെതിരെയല്ല. PMC കളിച്ചത് ഡോക്ടർ കോയക്കെതിരെയാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഇതിൽ നിന്നും മാറ്റം, രാഷ്ട്രീയത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു ബേസ് ഉണ്ടല്ലോ, ഇത് ഈ ഒരു പോസ്റ്റിനെയും അതിലേക്ക് മത്സരിക്കുന്ന ഒരു നാരോ ആയിട്ടുള്ളൊരു ലക്ഷ്യത്തെയാണ്. ഈ ലക്ഷ്യം മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ അഡ്മിനിസ്ട്രേഷൻ ഭരണപക്ഷവും ജനങ്ങൾ മൊത്തം പ്രതിപക്ഷവുമാവുന്ന ഒരു കാലഘട്ടത്തിലാണ് നമുക്ക് ഒന്നിക്കാൻ പറ്റും. അതിലിപ്പോൾ വേറെ കുറച്ച് കാര്യങ്ങളും കൂടി, വേറെ നുവാൻസൊക്കെ കൂടി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു സന്തോഷ് ട്രോഫി ടീം ലക്ഷദ്വീപിന് വന്നു, മുബസ്സിർ മുഹമ്മദ് ഒരു ഇൻ്റർനാഷണൽ മെഡൽ നേടുന്നു. അങ്ങനെയൊക്കെയുള്ള വളരെ റെയർ നിമിഷങ്ങൾ മാത്രമാണ് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് സന്തോഷിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ കടമോ കൽപ്പനയായിരിക്കും കളി. ഗവൺമെൻറ് ഒന്നിലും ഫണ്ടിയില്ലെങ്കിലും SGF ലക്ഷദ്വീപ് സ്കൂൾ ഗെയിംസിന് ഫണ്ട് ചെയ്യും, ഇന്റർ ഐലൻഡ് ടൂർണമെൻറ്റിന് ഫണ്ട് ചെയ്യും. അതിലൊന്നും ഞാൻ എതിർക്കുന്നില്ല, ഞാൻ അതിലൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. പക്ഷെ അതിലൊക്കെ ഒരു വിഭാഗീയത എലമെൻറ്റ് കിടപ്പുണ്ട്. അത് വളരെ ഇപ്പോൾ പട്ടേൽ ഒന്നിനും പൈസ തരുന്നില്ല, പക്ഷേ ഇപ്പോൾ കണ്ടോ ഇന്റർ ഐലൻഡ് ടൂർണമെൻറ്റിൽ ഫണ്ട് ഇറങ്ങിക്കഴിഞ്ഞു. എന്തുകൊണ്ടാണ്?
അതിനൊക്കെ കൃത്യമായ അജണ്ടകളുണ്ട്. അപ്പോൾ നമ്മൾ ഈ വേർതിരിച്ച് നിർത്തുന്ന കാര്യങ്ങളിൽ നിന്നും മറികടന്നുകൊണ്ട് ഒരു ഐക്യ ലക്ഷദ്വീപ് എന്ന സ്വപ്ന യാഥാർത്ഥ്യമാകുമ്പോഴാണ് നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളും ലക്ഷ്യത്തിലോട്ട് എത്താനും ഈ ജനാധിപത്യവും എല്ലാം നടക്കാൻ പോകുന്നു. അതെ, ജനാധിപത്യത്തിലേക്ക് ഇനി എത്ര ദൂരമുണ്ട്? ലഡാക്കിൽ സംഭവിച്ചതുപോലെ ഹോം മിനിസ്ട്രി മുട്ടുമടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇപ്പോൾ ലഡാക്കിൽ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ CJPയുടെ മുമ്പിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നു. ഒരിക്കലും മുട്ടുകുത്തില്ലെന്ന് വിചാരിച്ചു, അവസാനം രാജിവെച്ച് പോകേണ്ടി വന്നു. BJPക്ക് അങ്ങനെ ഒരു പരാജയം സമ്മതിക്കേണ്ടി വന്നു. അപ്പോൾ അതേപോലെ ഇവിടെ സംഭവിക്കണമെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഒരു മൂവ്മെന്റ് നടക്കണ്ടേ? ഇവിടെ ഒന്നും നടക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ജനാധിപത്യത്തിനുള്ള അഡ്മിനിസ്ട്രേറ്റർ എന്ന ഭരണ സംവിധാനം മാറി നമ്മൾ ഭരിക്കുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ച് സ്വപ്നം കാണുന്നുണ്ടോ? ആക്ച്വലി വളരെ കൃത്യമായിട്ട് സ്വപ്നം കാണുന്നുണ്ട്. പക്ഷേ അംബേദ്കർ പറഞ്ഞൊരു സംഭവമാണ് എഡ്യൂക്കേറ്റ്, ഓർഗനൈസ് ആൻഡ് അജിറ്റേറ്റ്. ഫസ്റ്റ് പരിപാടി ഇതുവരെ നടന്നിട്ടില്ല. ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന പരിപാടി, ഈ വിഷയത്തിൽ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന പരിപാടി, അതാണ്. അതിൽ നമ്മൾ ഓരോരുത്തർക്കും ഇത് മനസ്സിലാക്കുന്ന, ഇത് തിരിച്ചറിയുന്ന ഓരോ ഇൻഡിവിജ്വലിനും, ആരും നേതാവെന്നോ അണിയെന്നോ അങ്ങനത്തെ ഒരു വ്യത്യാസവും ഇല്ലാതെ ഈ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ ചെയ്യുന്നവരായാലും മറ്റെന്തെങ്കിലും പരിപാടി ചെയ്യുന്നവരായാലും പബ്ലിക് സ്പീച്ച് നടത്തുന്ന ആൾക്കാരായാലും അല്ലെങ്കിൽ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ റൺ ചെയ്യുന്ന ആൾക്കാരായാലും ഇവർക്കെല്ലാവർക്കും ഇത് തിരിച്ചറിഞ്ഞ ഓരോ ഇൻഡിവിജ്വലിനും ഉത്തരവാദിത്തമുണ്ട്. ഈ സിസ്റ്റം ഇങ്ങനെയാണ് റൺ ചെയ്യുന്നത്. ഇതിൻ്റെ എല്ലാറ്റിനും പരിഹാരം ജനാധിപത്യം മാത്രമാണ് ലക്ഷദ്വീപിൽ എന്നുള്ള ലെവലിലോട്ട് പറഞ്ഞു വെക്കേണ്ട ഉത്തരവാദിത്തം ഇത് തിരിച്ചറിഞ്ഞ എല്ലാവർക്കുമുണ്ട്. അതിനുവേണ്ടി ഐക്യപ്പെടേണ്ട ഉത്തരവാദിത്വം ഇത് തിരിച്ചറിഞ്ഞ ആൾക്കാർക്കുണ്ട്. അപ്പോൾ അത് നടക്കാത്തടത്തോളം കാലം എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഫസ്റ്റ് പ്രോസസ്സാണ് ആദ്യം നടത്തേണ്ടത്. അത് കഴിഞ്ഞിട്ട് മാത്രമേ തെരുവിലേക്ക് ഇറങ്ങാനും ബാക്കി പരിപാടിയും ഒക്കെ നടക്കൂ. അപ്പോൾ അത് നടത്തുക എന്നുള്ള ഉത്തരവാദിത്തത്തിൽ നിന്ന് തുടങ്ങാം എന്നാണ് എൻ്റെ ഒപ്പീനിയൻ. അപ്പോൾ എന്തായാലും നമ്മുടെ മുമ്പിൽ ലക്ഷദ്വീപിലെ 64% ഭൂമികളും ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ആർക്കാണ് അത് ലഭിക്കുക എന്ന് പോലും അറിയില്ല. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ ഡൈവേർഷൻ മുഴുവനായി ക്യാൻസൽ ചെയ്തുകൊണ്ട് അടുത്തൊരു ഉത്തരവ് വരുന്നു. നമ്മൾ ഇത്രയും കാലം അധ്വാനിച്ചുണ്ടാക്കിയ നമ്മുടെ വീടുകൾ, നമ്മുടെ സ്ഥാപനങ്ങൾ എല്ലാം അന്യാധീനപ്പെട്ടു പോകുന്ന, നമ്മളൊരു ഇല്ലീഗൽ മൈഗ്രൻസ് ആ ഒരു ലെവലിലേക്ക് നമ്മളെ മാറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ അവസാനമായിട്ട് വരുന്നത്. ലക്ഷദ്വീപിലെ മുഴുവൻ ഭൂമിയും ഏത് രീതിയിൽ വേണമെങ്കിലും അവരുടെ ഒരു പേനത്തുമ്പത്തിൽ നിന്ന് ഇറങ്ങുന്ന മഷി വെച്ച് വരച്ച് ഒരു പ്ലാൻ വരച്ച് നമ്മളെ കുടിയൊഴിപ്പിക്കപ്പെടാൻ മാത്രം പോകുന്ന രീതിയിലേക്കുള്ള ഒരു നിയമമാണ് അടുത്തതായി നമ്മളിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ. നമ്മുടെ ഈ ചർച്ചയിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ലക്ഷദ്വീപിൽ ജനാധിപത്യം പുലരണം. അതായത് ആർട്ടിക്കിൾ 239 സബ്സെക്ഷൻ 1 പ്രകാരം പ്രസിഡന്റ് ഓഫ് ഇന്ത്യ നിയമിക്കപ്പെടുന്ന എല്ലാ അധികാരങ്ങളും കൊടുത്തുകൊണ്ട് എല്ലാ നിയമങ്ങളും ഉണ്ടാക്കാൻ കഴിയുന്ന അഡ്മിനിസ്ട്രേറ്റർ എന്ന ഭരണ സംവിധാനം എന്നാണോ ലക്ഷദ്വീപിൽ നിന്ന് മാറുന്നത്? അത് ലക്ഷദ്വീപിലെ സാധാരണക്കാരൻ ആരാണോ മത്സ്യത്തൊഴിലാളികളുടെ വേദന അറിയുന്ന ഒരാൾ ആ ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക്, അതായത് ദ്വീപുകാരൻ തന്നെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന രീതിയിലേക്കുള്ള ഒരു ജനായത്ത സഭ വരികയല്ലാതെ മറ്റൊരു രീതിയിലും ഇതിനെല്ലാം പരിഹാരമില്ലെന്നാണ് നമുക്കിവിടെ പറഞ്ഞു വെക്കാനുള്ളത്.